രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ ബിജെപിക്കെതിരെ ആരോപണവുമായി ബിജെപി പാനലിസ്റ്റ് ഗ്രൂപ്പ് അംഗം പ്രിന്റു മഹാദേവ്. പരാമർശത്തിൽ പാർട്ടി തന്നെ പിന്തുണച്ചില്ലെന്ന് പ്രിന്റു മഹാദേവ്. സ്കൂളിലേക്കും വീട്ടിലേക്കും വരെ കോൺഗ്രസുകാർ മാർച്ച് നടത്തുന്നുവെന്നും പ്രിന്റു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴാണ് പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മാനസ ചേരുകയാണ് വിശദമായ വിവരങ്ങളുമായി. മാനസ, പ്രിന്റു മഹാദേവിന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. പ്രിന്റു മഹാദേവ് ഇത്തരത്തിൽ അതായത് നേതൃത്വത്തിനെതിരെയാണ് പരാമർശങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്നെ ആരും പിന്തുണച്ചിട്ടില്ല എന്നതാണ് പ്രിന്റു മഹാദേവിന്റെ ആരോപണം എന്ന് പറയുന്നത്. സ്കൂളിലേക്കും വീട്ടിലേക്കും വരെ കോൺഗ്രസുകാർ മാർച്ച് നടത്തുകയാണ്. പാർട്ടി പിന്തുണക്കാത്തതിൽ നിരാശയുണ്ട് എന്നും പ്രിന്റു ഗ്രൂപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തരം മെസ്സേജുകൾ അയച്ചിട്ടും ആ ഗ്രൂപ്പിനകത്ത് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നിരാശ അറിയിച്ചിട്ടും യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മറുപടിയോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നിരാശ രേഖപ്പെടുത്താനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചാണ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദീകരണം കൂടി ആ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട് എന്നതാണ് പാർട്ടി ശക്തമായി പ്രതിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ചങ്കൂട്ടി ദാസ് രംഗത്തെത്തിയിട്ടും പരസ്യമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി മറ്റൊരു ചാനൽ നേതാവായ ബിജെപിയുടെ തന്നെ യുവരാജ് ഗോകുലും രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മൻ കി ബാത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗം ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ചില നേതാക്കളുടെ പിന്തുണ ലഭിക്കുമ്പോഴും പക്ഷെ നേതൃത്വം കാര്യമായ രീതിയിൽ പ്രിന്റു മഹാദേവിനെ പിന്തുണയ്ക്കുന്നില്ല അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു. അതിൽ തനിക്ക് നിരാശയുണ്ട് എന്നതടക്കമുള്ള രേഖപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഗ്രൂപ്പിനകത്ത് മെസ്സേജുകൾ അയച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ് മാനസ. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തനിക്ക് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രിന്റു മഹാദേവ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാനസയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.